രാമേന്ദ്ര പ്രശ്നം പറഞ്ഞാൽ ഭയങ്കര തമാശയാ. വൃത്തി എന്ന് പറയുന്ന ഒരു അഴുകൂടെ പൊള്ളിച്ചു. പിന്നെ എനിക്കിവിടെ തൂറാൻ പോലും സമയം കിട്ടല്ല. നന്ദന ഗബ്രിയെയും ജാസ്മിനെയും എടുത്തിട്ട് അലക്കി എന്ന് തന്നെ പറയാം. അയ്യോ ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. ഇവളാള് കൊള്ളാമല്ലോ. ഏതായി കുട്ടി? ഇപ്പോൾ ലൈവില് നന്ദന വീട്ടുകാരോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. വീട്ടുകാരിലെ ഓരോ കണ്ടസ്റ്റൻസിനെ പറ്റി എങ്ങനെയാണ് ഇതുവരെ തോന്നിയിട്ടുള്ളത് എന്നുള്ള അഭിപ്രായം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കച്ചറ പിള്ളേരാ, ഇത്ര അലമ്പ് പിള്ളേരെ എന്റെ കരിയർ ഞാൻ കണ്ടിട്ടുണ്ട്. ആ ഒരു സമയത്ത് ജാസ്മിനെ പറ്റി പറയുന്നുണ്ട്. എല്ലാരും വിളിച്ചു. ജാസ്മിനെ പറ്റി പറയുന്നത് ഇങ്ങനെയാണ്: വൃത്തി എന്ന് പറഞ്ഞ സാധനം അടുത്തൂടെ പോലും പോയിട്ടില്ല. ജാസ്മിനെ പറ്റി പറയുന്നത് ഇങ്ങനെയാണ്: വൃത്തി എന്ന് പറഞ്ഞ സാധനം അടുത്തൂടെ പോലും പോയിട്ടില്ല. നിർത്തി അവമാനിക്കുവാണെന്ന്. ഒരാൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ തുമ്മുന്നു, സ്പൂൺ എടുത്ത് നാക്കി വെച്ച് വടിച്ചിട്ട് കൊടുക്കുന്നു. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? ഏത് സമയം നോക്കിയാലും ഗബ്രിയോട് പോയി ഒട്ടിയിരിക്കുന്നു. ഇനി ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ കുറച്ചൊക്കെ വൃത്തിയിൽ ഉണ്ടാക്കി കൊടുക്കുക. അപ്പൊ ഈ കാര്യം ഒന്ന് നോട്ട് ചെയ്തോളൂ കേട്ടോ ചേച്ചി എന്ന് ജാസ്മിന്റെ അടുത്ത് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇനി ഗബ്രിയുടെ കാര്യം. ഗബ്രി ഈ രണ്ടുപേരും കൂടെ ആ വാഴയുടെ ചൂട്ടി പോയിരുന്നാൽ നിങ്ങൾ രണ്ടുപേരും വാഴയായി പോകത്തേ ഉള്ളൂ. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. ഇനി ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞ കരഞ്ഞു.